ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ലവ് റീഡിംഗ് ആണ് നോക്കുന്നത്. 3 കാർഡിൻ്റെ റീഡിംഗ് ആണ്. 3 കാർഡ് സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത്. ടാരറ്റ് കാർഡിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ, നിങ്ങളുടെ എക്സ് ആള് നിങ്ങളിൽ ആൾക്ക് പറയാതെ ഇരുന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ഒരു രഹസ്യം, അതാണ് ആദ്യത്തെ കാർഡ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തിയുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണുമായി, നിങ്ങളുടെ ഒരു എക്സുമായി നിങ്ങൾ എന്തൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് കാർഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. തേർഡ് കാർഡിൽ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ, നിങ്ങളുടെ ഒരു എക്സ്, നിങ്ങൾ അത്രയും അധികം മനസ്സുകൊണ്ട് ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് റീകണക്റ്റ് ആവാനുള്ള എനർജി കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തേർഡ് കാർഡിലൂടെ നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ 3 കാർഡ്സും എടുത്തു വെച്ചു. ഇനി നമ്മൾ കാർഡ്സ് റിവീൽ ചെയ്യുകയാണ്. നമുക്ക് കിട്ടിയത് ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പേഴ്സൺ നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമ്മളുടെ അടുത്ത് കുറേ പ്രാവശ്യം നമ്മളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു ലെവലിലല്ല പോകേണ്ടത്, അതൊരു മിതത്വം പാലിക്കേണ്ടതാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചു. അതൊന്നും പറഞ്ഞില്ല. അയാൾ അതൊക്കെ മനസ്സിൽ വെച്ച്, ആ വ്യക്തി അതൊക്കെ മനസ്സിൽ വെച്ച് നടന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ആ നമ്മൾ വിചാരിച്ച ഒരു ഇതിലേക്ക് പോയില്ല. അതാണ് അവിടെ അതിലൊരു ബ്രേക്കപ്പ് ഉണ്ടാവാൻ കാരണം കേട്ടോ. സെക്കൻഡ് കാർഡ് വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു പരാജയം ഉണ്ടായത്, ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ നമ്മളിൽ നിന്ന് വിട്ടുപോയത് എന്നുള്ളതിന് നൈറ്റ് ഓഫ് സോർട്സ്. അതായത് നമ്മൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ 2 പേരും പരസ്പരം ധാരണയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ലാതെ കുതിക്കുകയാണ് ഉണ്ടായത്. അതാണ് ആ റിലേഷൻഷിപ്പിൻ്റെ പരാജയം. ഇനി അത് റീകണക്റ്റ് ആവുമോ എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. നല്ലൊരു കാർഡാണ്, പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷനോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീകണക്റ്റ് ആവുമെന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റീഡിംഗ്, ലവ് റീഡിങ്ങോ റിലേഷൻഷിപ്പ് റീഡിങ്ങോ മറ്റു തരത്തിലുള്ള റീഡിങ്ങോ വേണമെങ്കിൽ നമ്മൾ ടാരറ്റ് കാർഡിലും ഒറക്കിൾ കാർഡിലും നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഇനി ലോങ് ഫ്യൂച്ചറാണ് റിലേഷൻഷിപ്പിൽ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് അസ്ട്രോളജി വഴി നിങ്ങൾക്ക് നോക്കി തരുന്നതാണ്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നമ്മൾ അസ്ട്രോളജിയിലൂടെ ചെയ്തു തരുന്നതാണ്. ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശക്തമാക്കുന്നതിനും ദൃഢമാക്കുന്നതിനും ലവ് മാഗ്നറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും പിരമിഡ്സും ക്രിസ്റ്റൽസും എല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഓർഡർ നൽകുക. താങ്ക് യു ഓൾ.